സ്ത്രീ എന്ന പരിഗണന പോലും തന്നെ തട്ടിക്കൊണ്ടുപോയ CPM നേതാക്കൾ നൽകിയില്ല എന്ന് കൂത്താട്ടുകുളം നഗരസഭ CPM കൗൺസിലർ കലാരാജു. സ്ത്രീത്വത്തെ അപമാനിച്ചു. കേസ് നടപടികളുമായി മുന്നോട്ടു പോകും. CPM വിടുന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടെന്നും കലാരാജു ജനൻ TVയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കൂത്താട്ടുകുളം നഗരസഭാ വാർഡ് കൗൺസിലറായിട്ടുള്ള കലാരാജുവിനെ, അതായത് CPMന്റെ തന്നെ കൗൺസിലറായിരുന്ന കലാരാജുവിനെ CPM പ്രാദേശിക നേതൃത്വം തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മളൊക്കെ കേട്ടത്. നിലവിൽ കലാരാജു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കലാരാജു ജനം TVയോടൊപ്പം ചേരുന്നു. എങ്ങനെയായിരുന്നു സംഭവം? നമുക്ക് അത്രയും പ്രതിസന്ധി പ്രതീക്ഷിച്ചില്ല. അപ്പം എന്താണ് അവിടെ വന്ന ഈ വലിയൊരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിലേക്ക് നമ്മൾ പിന്നെ വണ്ടിയും മുനിസിപ്പൽ ഓഫീസിൻ്റെ ഡോറുമായിട്ട് 50 മീറ്റർ പോലും ദൂരമില്ല. അത് സമയത്തും അവർ അത് തുറക്കാതെ ചെറിയ വാതിലിൽ അവിടെ വനിതാ പ്രവർത്തകർ തിങ്ങി നിറഞ്ഞ് അതുകൊണ്ട് നമ്മളെ അതിനകത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ, അപ്പോൾ ഇതുപോലൊരു പ്രത്യാഘാതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്. നമ്മൾ ഇറങ്ങി കാലെടുത്ത് വച്ച ഉടനെ നമ്മളെ അകത്തേക്ക് വിടാതെ ഇരിക്കാൻ വേണ്ടി DYFI പ്രവർത്തകർ, വനിതാ കൗൺസിലറോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വനിതാ കൗൺസിലർമാർ, അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ, ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണ് ആദ്യമേ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇടിച്ച് ശ്വാസം മുട്ടി ഞാൻ പെടഞ്ഞു ആ സമയത്ത്. അപ്പം ഒരു പുരുഷൻ പുറകിൽ നിന്ന്, അത് ആരാന്ന് ഞാൻ കണ്ടില്ല, മുടിക്കുത്തിന് ചുറ്റി പിടിച്ച് വലിച്ചഴച്ചാണ് എൻ്റെ കാല് നിലത്ത് കുത്താത്ത രീതിയിൽ. നമുക്കിത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇതെന്താണ്, നിറയെ പോലീസുണ്ട്. അപ്പം അവരുടെ ഒരു പ്രൊട്ടക്ഷൻ പോലും നമ്മൾ നോക്കുന്നുണ്ട്. ആരിൽ നിന്നാണ് നമുക്കൊരു ശ്വാസം കിട്ടുന്നതെന്നുള്ള ശ്വാസം മുട്ടി പെടുകയാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ അങ്ങനെയുള്ള വനിതാ നേതാക്കളാണ് എന്നെ വലിച്ച് അവരിലേക്ക് എറിഞ്ഞു, അവളെ വലിച്ച് വണ്ടി കയറ്റടാ, അവളെ കൊന്നു കളയടാന്ന് CPMന്റെ ലോക്കൽ സെക്രട്ടറി പറയുന്നത് ഞാൻ കേട്ടു. അതുപോലെ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആണ് പറഞ്ഞത്, അവളെ വലിച്ച് വണ്ടിയിലേക്ക് കയറ്റടാന്ന് പറയുന്നത് കേട്ടു. ഈ അതിക്രമം നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് അകത്ത് കയറ്റാമല്ലോ. ഞാനത് അവരെ കുറ്റപ്പെടുത്തി അങ്ങനെയല്ല പറയുന്നത്. ശരിക്കും എന്നെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്ത് അകത്ത് കയറ്റാമായിരുന്നല്ലോ. ഈ വണ്ടിയിൽ വെച്ചിട്ട് ഉപദ്രവിച്ചു? വണ്ടിയിൽ വെച്ചില്ല, വണ്ടിയിലേക്ക് വലിച്ചിടടാന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വസ്ത്രം എൻ്റെ ശരീരത്തിൽ നിന്ന് അതായിരുന്നു എനിക്ക് ശരിക്കും പേടി. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാർഡാണ് ഈ ടൗൺ എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ശരിക്കും എന്നെ വിവസ്ത്രയാക്കാൻ അവർ നോക്കിയത്. ശരിക്കും എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടിയാണ് DYFIയുടെ. ശരീരത്തിൽ വനിതകൾ എന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവരെന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു വനിതയുടെ വസ്ത്രം പറിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ നമുക്ക് അവിടെ നമ്മുടെ മാനമാണല്ലോ ഏറ്റവും വലുത്. പിന്നെ ഞാൻ അവിടെ എങ്ങനെയാണ് നിൽക്കും? അപ്പം അതാണ് അവർ ലക്ഷ്യം വെച്ചത്, എൻ്റെ വസ്ത്രം വലിച്ചു ഊരുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാരി യൂസ് ചെയ്യുന്ന ആളാണ്, അങ്ങനെ ചുരിദാറൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പ്രത്യേക വസ്ത്രമൊന്നും കരുതിയിട്ടില്ല. ഞാൻ എന്നും ചെയ്യുന്ന പോലെ ഞാൻ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ വസ്ത്രം വലിച്ച് എൻ്റെ ശരീരത്തിൽ നിന്ന്, വസ്ത്രം ഇവിടുന്ന് മാത്രമല്ല എൻ്റെ ഇവിടെ നിന്നും കൂടെ പാവാട വള്ളി വരെ വലിച്ചു പൊട്ടിച്ച് എനിക്ക് പിന്നെ നമുക്ക് സാരി കുത്താനൊരു ഇടമില്ലല്ലോ. അപ്പോൾ അത് താഴേക്ക് പോകുമല്ലോ എന്നുള്ള പിന്നെ എനിക്ക് എൻ്റെ അഭിമാനത്തെ രക്ഷിക്കണമല്ലോ. എനിക്ക് പിന്നെ അവിശ്വാസത്തിലേക്ക് പോകാൻ, അങ്ങോട്ട് കയറാനല്ല, പിന്നെ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ നേടണമെന്നുള്ള ഒരു ഇതിൽ തന്നെ ആയിരുന്നു. പക്ഷേ വണ്ടിയിലേക്ക് അവരെന്നെ വലിച്ചെറിഞ്ഞു. എൻ്റെ കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് വലിച്ചടച്ചവർ. എൻ്റെ കാല് വിട്ട് എനിക്ക് വേദന എടുക്കുവാന്ന് ഞാൻ കാലറി കരഞ്ഞ. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം ഒരു സ്ത്രീക്ക് പൊതുജനമധ്യത്തിൽ ഇതുപോലെ അങ്ങനെ എന്ത് തെറ്റായാൽ പോലും ഒരു സ്ത്രീക്ക് പൊതുജന മധ്യത്തിൽ നമ്മളാണ് പൊതുജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ. ആ ജനപ്രതിനിധിയുടെ വസ്ത്രം വലിച്ചൂരി അവരെ പൊതുജന മധ്യത്തിൽ ഇത്രയും നാണം കെടുത്തൊക്കെ ചെയ്ത നമ്മൾ പ്രതികരിക്കണ്ടേ സ്ത്രീ എന്ന നിലയിൽ ഞാൻ? അല്ലെ നാളെ ഇതിൽ ഭീകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പ്രതികരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് പരാതി കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ എന്താകും അതിൻ്റെ പ്രത്യാഘാതം എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും നടന്ന സ്ഥിതിക്ക് നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും അതിക്രമം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള നിലപാട് എങ്ങനെയായിരിക്കും?
CPM തുടരൂ? CPM തുടരാമെന്ന് പറയുന്നതിന് എൻ്റെ കുട്ടികളും അതിനോട്, കാരണം അമ്മ 25 വർഷം നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ കുടുംബവും എൻ്റെ വന്നു കയറി ഭർത്താവിൻ്റെ കുടുംബവും CPM ആണ്. CPM വിശ്വസിച്ച് CPM വേണ്ടി പ്രവർത്തിച്ച് താഴെത്തട്ടിൽ നിന്ന് കയറി വന്ന കുടുംബശ്രീ, അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് മഹിള KSK2 ഇതിൽ നിന്നല്ല ആ രംഗത്തുള്ള ആളുകളാണ് എന്നെ അടിക്കാൻ മുമ്പിൽ കയറി നിന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല. ഞാൻ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനം തന്നെ എന്നെ ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് അതിനകത്ത് ഒത്തിരി സങ്കടമുണ്ട്. ഏത് വിധത്തിലായിരിക്കും ഇനിയുള്ള? എനിക്കിപ്പോൾ എന്നെ പൊതുജനമധ്യത്തിൽ വസ്ത്രം ഉരിയാനും മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ജനപ്രതിനിധിയുടെ അവകാശമാണ് ഈ ഒരു അവിശ്വാസതയ്ക്കണോ അവിശ്വസിക്കണോ, പ്രമേയത്തെ പിന്തുണയ്ക്കണോ, ഇതാകണോ അല്ലേ? അല്ലാതെ അതിനു വേണ്ടി ഇത്രയും നിഷ്ഠൂരമായൊരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പാർട്ടി വിടാൻ തക്ക രീതിയിലൊക്കെ ഒരു തീരുമാനം. കാരണം പിന്നെ ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോയാൽ എന്താണെന്നുള്ളത് ഒരു ആശങ്കയുണ്ട്. ഇത്രയും നമുക്കൊരു നീതി കിട്ടാത്ത ഇടത്ത് ഇനി നാളെ നമുക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പില്ല. എനിക്ക് ജീവൻ തന്നെ നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇത്രയും ഒരു പോലീസ് പ്രൊട്ടക്ഷൻ, കോടതിയുടെ പ്രൊട്ടക്ഷൻ, ഇത്രയും ജനങ്ങൾ ഇവരുടെ എല്ലാ മുമ്പിൽ നിന്നും തട്ടി കബളിപ്പിച്ച് ഒരു സ്ത്രീയെ കൊണ്ടുപോകാമെങ്കിൽ അവരുടെ ജീവനും എന്താ സുരക്ഷ? CPM തുടരാൻ ഇനി താല്പര്യമില്ല. CPM തുടരാൻ താല്പര്യം ഇപ്പം നിലവിൽ എൻ്റെ മനസ്സ് ഞാനതിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 25 വർഷം നെഞ്ചിലേറ്റിയ പാർട്ടി അത്. ഞാൻ അതിനെ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കലാരാജു പറയുന്നത് 10-25 വർഷമായിട്ട് CPM എന്നുള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ഒരു കുടുംബം, വ്യക്തി, ആ വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. പാർട്ടി വിടുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനം അവർ കൈക്കൊള്ളും. എന്തായാലും ഇത്രയധികം ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് കലാരാജു ജനം TVയോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.